ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി വിഭവമായിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്? ഈ വാട്ടുകപ്പ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഞങ്ങളുടെ കുഞ്ഞു കാലത്ത് നമ്മളിങ്ങനെ റോഡിൽ കൂടെയൊക്കെ മഴക്കാലത്തൊക്കെ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പാടുമായിരുന്നു. ഈ വാട്ടുകപ്പ തോട്ടുമീൻ കൂട്ടുമോ എന്നൊക്കെ പാടിക്കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നത് മാറ്റി നമ്മൾ ഇന്ന് ചിക്കനുമായിട്ട് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. വാട്ടുകപ്പയും ചിക്കനും കൊണ്ട് ഒരു അടിപൊളി സൂപ്പർ ബിരിയാണി. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ? വാട്ടുകപ്പയും ചിക്കനും ഉപയോഗിച്ചുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1.5 കിലോ കപ്പ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ചെറുതായിട്ടാണ് ഇത് ഒടിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയും അതുപോലെ ചിക്കൻ കഴുകി വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി ചുമന്ന കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള ഞാൻ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇത് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടി, കരിവേപ്പില, മല്ലിയില, പുതിനയില ഇട്ട് അരച്ചു വെച്ചൊരു പേസ്റ്റാണ്. പിന്നെ കുരുമുളക് പൊടി വേണം, ഉപ്പ്, ഇഞ്ചി. വാട്ടുകപ്പയും ചിക്കനും ഉപയോഗിച്ചുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1.5 കിലോ കപ്പ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ചെറുതായിട്ടാണ് ഇത് ഒടിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയും അതുപോലെ ചിക്കൻ കഴുകി വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി ചുമന്ന കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള ഞാൻ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇത് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടി, കരിവേപ്പില, മല്ലിയില, പുതിനയില ഇട്ട് അരച്ചു വെച്ചൊരു പേസ്റ്റാണ്. പിന്നെ കുരുമുളക് പൊടി വേണം, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കരിവേപ്പില, തക്കാളിക്ക, ഒരു തേങ്ങ, വെള്ളം, എണ്ണ. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. എന്നാൽ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഇതിനകത്തേക്ക് നമുക്ക് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ നന്നായിട്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അത് ഓൾറെഡി കരിവേപ്പില ചേർത്തിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട്, പുതിനയില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരടി അടിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. 10 മിനിറ്റ് നമുക്ക് അതിന് മുമ്പ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് വെക്കാം. എന്നാൽ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ, ഒരു ഒറ്റ അടി മാത്രമേ. ഒരു വിസിൽ കേട്ടുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കപ്പയും കൂടെ അങ്ങ് വേവിച്ചെടുക്കാവേ. ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ചിക്കൻ ഓൾറെഡി ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അടുപ്പൊന്ന് ഓപ്പൺ ആക്കി നോക്കാവേ.
ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചോട്ടെ എണ്ണ. അപ്പം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. അധികം ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒത്തിരി മുരിഞ്ഞു പോകണ്ട. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം റെഡി ആയോ എന്ന്. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. അധികം മുരിഞ്ഞിട്ടൊന്നുമില്ല, ആവശ്യത്തിന് പാകത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായതുകൊണ്ട് ഒത്തിരി മുരിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും, ഞങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ചിക്കൻ മൊത്തം നമ്മൾ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനൊരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാം നമുക്ക്. ഇപ്പം തീ ഓഫ് ചെയ്ത് നമുക്ക് ഇനി ഒരു ഗ്രേവി ഉണ്ടാക്കാം ഇതിനു വേണ്ടി. സ്റ്റോപ്പ് ചെയ്യാതെ നമുക്കിനി നോക്കാം റെഡി ആയോ ഇല്ലയോ നോക്കാം. ആ സമയത്ത് നമുക്ക് മസാല റെഡി ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ടു. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. പച്ചമുളക്, അതുപോലെ ജീരകമുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് മസാലപ്പൊടി ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചച്ചൊവയും സ്മെല്ലും ഒക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നില്ല. സാധാരണ എല്ലാം ബിരിയാണി ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് വേണം യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ക്യാഷ്നട്ട് യൂസ് ചെയ്യുന്നില്ല, നെയ്യും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുത്ത് നമുക്കതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാലയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളി അതുപോലെ എല്ലാത്തിനും നല്ല സ്മെല്ല് ഇപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി പുതിന ഇലയും മല്ലി ഇലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഇത്തിരി തേങ്ങ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഞാൻ ഇവിടെ ക്യാഷ്നട്ടൊന്നും ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. ഒരു വെറൈറ്റി കേട്ടോ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇത്തിരി അധികം ഗ്രേവി വേണ്ട. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ബാലൻസ് ഉണ്ട്. ആ ചിക്കൻ്റെ ഇറങ്ങി വന്ന വെള്ളമാണ്, അത് നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം.
റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ നല്ല സ്മെല്ല് ആണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മുടെ കപ്പ റെഡിയായി മൂക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അത് മിക്സ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യുവാണ്. ഇപ്പോൾ നമുക്ക് അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാറ്റിയിട്ട് ഹാഫാണ് ഇട്ട് കൊടുക്കുന്നത്. അടിയിലേക്ക് ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കപ്പ കൊണ്ട് കവർ ചെയ്യാം. എന്നിട്ട് അതുപോലെ ഈ സൈഡ് നമുക്ക് എടുക്കാം. പിന്നെ മിഡിലേക്ക് ഇട്ട് കൊടുക്കാം. കവർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പുതിനയിലയാണ്. പുതിനയില രണ്ട് സൈഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ തക്കാളിക്ക, പിന്നെ ഇച്ചിരി സലാഡാണ്. നമ്മുടെ തക്കാളിക്കയും സവോളയും എല്ലാം കൂടി ഒന്ന് നമുക്ക് ബിരിയാണിക്ക് നല്ല വാട്ടുകപ്പയും ചിക്കനും കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്കും കമൻസും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.